നമസ്കാരം. മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ഒരു മട്ടാഞ്ചേരി മാഫിയ പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ആദ്യം ഉന്നയിക്കുന്നത് BJP നേതാവായ സന്ദീപ് വാര്യരാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. നടൻ മമ്മൂട്ടി ചില ഉദ്ദേശത്തോടു കൂടി തന്നെ ചില പ്രോപ്പഗണ്ട സിനിമകൾ എടുക്കുന്നുണ്ട് എന്നാണ് സംഘികൾ പൊതുവെ ആരോപിക്കുന്നത്. വാര്യൻ കുന്നന്റെ സിനിമ എടുക്കാനുള്ള പ്രഖ്യാപനമൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നുവെന്നും എന്തിനേറെ ജനഗണമന പോലും ഒരു പ്രൊപ്പഗണ്ട സിനിമയായിരുന്നു എന്നും അന്ന് ചർച്ചയുണ്ടായി. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി. മമ്മൂട്ടിയുടെ 2 സിനിമകളാണ് ഉണ്ടയും പുഴുവും. 2 സിനിമകളുടെയും തിരക്കഥയും സംവിധാനവും ഒക്കെ ദുരൂഹമായിരുന്നു എന്ന ചർച്ചയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ആ മട്ടാഞ്ചേരി മാഫിയ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒളിച്ചു കടത്താനുള്ള ഉപാധിയായി സിനിമയിൽ നടത്തുന്ന ഇടപെടൽ ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ്. ഒരാളെ കൊന്നിട്ട് ആ കേസിലെ പ്രതിയാവാൻ ഞാൻ തയ്യാറാ. പക്ഷേ സംഘികൾ ഇത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവരിത് വലിയ രീതിയിൽ തന്നെ വിവാദമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാനൊരു ബുദ്ധിജീവിയാണ്, ഞാൻ അസിസ്റ്റന്റ് ബുദ്ധിജീവി. ഈ സ്ത്രീകളെന്താ എങ്ങനെ പെരുമാറണേ? ഈ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ട എന്ന് പറഞ്ഞ മറ്റൊരു സിനിമ കൂടിയുണ്ട്. അത് ഹർഷാദ് PK എന്ന് പറഞ്ഞ ഒരു കട്ട സുഡാപ്പിയാണ് അതിന്റെ തിരക്കഥാകൃത്തും സംവിധാനമൊക്കെ. എടാ ദുഃഖ വെള്ളിയാഴ്ച ഉണ്ടായ ദുഃഖ കനി ഷൈനിങ് ഇത്തിരി കൂടുന്നുണ്ട്. തന്റെ വേഷം കെട്ടലൊക്കെ കൈ വെച്ചാൽ മതി. ഇനി നോക്കിക്കോ, ഈ ഹിക്കയുടെ ഓരോ പടങ്ങളും ഇതേപോലെ ഇഴകീറി പരിശോധിക്കുക തന്നെ ചെയ്യും. അയ്യോ അത്രയ്ക്കൊന്നും വേണ്ട. ഓഡിറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എന്തെങ്കിലും ഗൂഢലക്ഷ്യമോ പ്രോപ്പഗണ്ടയൊക്കെ ഉണ്ടെങ്കിൽ അതിനി പൊളിക്കുക തന്നെ ചെയ്യും. ഇമ്മാതിരി ടീമിന് എന്റെ കൈ കിട്ടിയ ഞാടി നല്ല ഇടിയിടിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്രിയല്ല. അതായത് ജന്മഭൂമിയിൽ ഇന്നലെ വന്നിട്ടുള്ള ഒരു വാർത്ത പെട്ടെന്നൊന്ന് വായിച്ചു പോവാം. നായകനായി അഭിനയിച്ച പുഴു എന്ന സിനിമയുടെ സംവിധായക റത്തീനയുടെ ഭർത്താവ് മുഹമ്മദ് അർഷാദാണ്. അതായത് മുഹമ്മദ് അർഷാദ് പറയുമ്പോൾ അത് സംഘികൾ കൂടുതൽ വിശ്വസിക്കും, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചോണം. വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത് ഹിന്ദുക്കളെ അധിക്ഷേപിക്കുന്ന സിനിമയായിരുന്നു പുഴു. അത്തരമൊരു സിനിമ മമ്മൂട്ടി അഭിനയിച്ചത് തന്നെ വിമർശിക്കപ്പെട്ടിരുന്നു. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി, അറിഞ്ഞുകൊണ്ട് ഇതിന് കൂട്ടുക തന്നെ കിട്ടൂല. അവർ നമ്മുടെ വർഗ്ഗശത്രുക്കളാ. ഇനി കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട് ഇതിനകത്ത്. അതായത് ഈ മട്ടാഞ്ചേരി പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ ഈ സിനിമയിലേക്ക് കടന്നു കയറിക്കൊണ്ട് അതിനകത്തേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു. മമ്മൂക്കായെ വളരെ വർഗീയപരമായ രീതിയിലാണ് ഈ നാറുകൾ ചിത്രീകരിച്ചത്. താനാണ് ആദ്യം ബോഡി തിരിച്ചറിഞ്ഞത് അല്ലേ? പലവട്ടം പറഞ്ഞു കഴിഞ്ഞു, പറഞ്ഞു എനിക്ക് ബോറടിച്ചു. ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ കൊതി തീരുമാനം നിങ്ങൾക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയും കൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണിച്ചു തരാം. കൊടിയ വർഗീയവാദിയായിട്ടുള്ള ചില പരമചെറ്റകൾ, സംഘപരിവാറിന്റെ വിഴുപ്പ് താങ്ങി നടക്കുന്ന ചില നാറികളാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളുമായിട്ട് വന്നിരിക്കുന്നത്. എന്താ വിശ്വാസം വരുന്നില്ല? മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ അതൊരു മഹാനടനാ. അത് മുസ്ലിങ്ങളെക്കാട്ടിൽ കൂടുതൽ ഈ മമ്മൂക്ക എന്ന് പറയുന്ന ഈ നടനെ ഇഷ്ടപ്പെടുന്നത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ ആണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നീ മര്യാദയോടെ നിൽക്കുമോ? അയ്യോ, ഞാൻ മര്യാദയ്ക്ക് നിൽക്കുന്നേ, പക്ഷെ അടികൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഇതിനു മുമ്പ് മമ്മൂട്ടിയുടെ സിനിമകൾക്ക് നടന്നിട്ടുണ്ട്. ഇപ്പം കാതൽ എന്ന് പറഞ്ഞൊരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് കാസ വിഭാഗം കുറെ കടന്ന് കുരച്ചു. പക്ഷെ ആ സിനിമയും കേരളത്തിൽ വിജയിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തടാ. രഞ്ജിത്ത് സംവിധാനം ചെയ്തിട്ടുള്ള പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അല്ലേ? ആ സിനിമയിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നമുക്ക് അതിനകത്ത് അവതരിപ്പിച്ചിരുന്നു. അതായത് മുരിക്കുംമൂട്ടിൽ അഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അതിനകത്ത് അദ്ദേഹം വളരെ ക്രൂരനും ഈ സ്ത്രീ ലംബനനുമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമുക്ക് ചെയ്തത്. അപ്പം ഇവിടുത്തെ മുസ്ലിം സംഘടനകളോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ആൾക്കാർ ഇവിടുത്തെ ഹാജിമാരെ മോശമാക്കി അല്ലെങ്കിൽ രഞ്ജിത്ത് വർഗീയവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരാൾ രംഗത്ത് വരെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട്? ഉത്തരം കൊടുക്ക്. എനിക്ക് നാണാവുക. ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ഒരു മെസ്സേജാണ്. ശോഭ വി മേനോൻ എന്നാണ് ഇവരുടെ പേരും. മമ്മൂട്ടിയുടെ ഭീഷ്മപർവത്തിൽ കറുപ്പുടുത്ത ശബരിമല വേഷത്തിലുള്ള 2 വൃദ്ധനും വൃദ്ധയുമാണ് വില്ലന്മാർ. നന്നായിട്ടുണ്ട്. അതായത് ബ്രാക്കറ്റിൽ നെടുമുടി വേണു, KPSC ലളിത. ഹീറോ ആകട്ടെ ആരെയും വണ്ടി ഇടിച്ച് കൊല്ലാൻ അനുവാദം കിട്ടിയ 5 നേരം നിസ്കരിക്കുന്ന മുസൽമാൻ. ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒറ്റ അടിയടി കോയാക്കാം. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല, മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല. ബ്രാക്കറ്റിൽ സൗബിൻ ഷാഹിർ, മമ്മൂട്ടി ആരാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇതാണ് ഒരാളിട്ടിരിക്കുന്ന മെസ്സേജ്. സത്യത്തിൽ ഇവരുടെയൊക്കെ മനസ്സ് എത്രത്തോളം വിഷമാണ്. ചെറ്റവർത്താനം പോരല്ലേ, മനസ്സിലായോ?
ഇനി ഇത് ആവർത്തിക്കരുത്. ഇസ്ലാമിക നാമധാരികളായിട്ടുള്ള മുസ്ലിം ഭീകരവർഗം തന്നെ മോഹൻലാലോ അതല്ലെങ്കിൽ ഉണ്ണി മുകുന്ദനോ അടക്കമുള്ള ഈ ഹിന്ദുമത വിശ്വാസ പ്രകാരം ജീവിക്കുന്ന ആളുകൾ കുഴപ്പമില്ല. അവരുടെ വിശ്വാസപ്രകാരം എന്തെങ്കിലും ഒരു ഫോട്ടോയോ സിനിമയോ ചിത്രമോ വീഡിയോയോ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഇവരുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് നമ്മൾ ഒരുപാട് വട്ടം കണ്ടിട്ടുള്ളത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, എന്താണ് ഇത്? ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഭീകരവാദികൾ മലയാള സിനിമ എന്ന മാധ്യമത്തെ ഉപയോഗിച്ച് ഈ നാടിന്റെ സമാധാനം തകർക്കുകയാണ്. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ സിനിമകളിലൂടെ കളിയാക്കി നമ്മുടെ നാടിന്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുകയാണ്. ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള വേർതിരിവുകൾ ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് ആസ്വദിക്കുന്ന മാധ്യമമാണ് സിനിമ. സത്യത്തിൽ ഇപ്പൊ വീക്കായി പോകുന്ന ഞാനാ ഈ സ്നേഹത്തിന്റെ മുമ്പിൽ. അവിടെയാണ് വർഗീയതയുടെ വിത്തുകൾ പാകാനുള്ള ശ്രമം നടക്കുന്നത്. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. എന്താടാ ഇനി ആരും സൂത്രം കാണിച്ചാ. പക്ഷെ ദുഃഖകരമായ ഒരു വസ്തുത പറയാതിരിക്കാൻ സാധിക്കില്ല. നമുക്ക് ചുറ്റും നന്മയേക്കാൾ തിന്മയാണ് ഇപ്പോൾ കാണുന്നത്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അല്ലേ മിസ്റ്റർ മത്തച്ചൻ? ആന്നേ. വേറിട്ടൊരു അഭിപ്രായം ഉണ്ടോ ഔദാക്കുട്ടിക്ക്? അപ്പച്ചൻ പറയുന്നതിനപ്പുറം. അല്ലെങ്കിൽ നാം എല്ലാം അതിനെ കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്മതിച്ചേക്ക്. നമ്മൾ എന്തിനാ ഈ വേഷം കെട്ടണേ? നമ്മുടെ ചില പോരായ്മകളൊക്കെ പരിഹരിക്കാനല്ലേ. വെറുക്കുകയും തകർക്കുകയുമാണ് ഇക്കാലത്തെ പ്രധാന വിനോദമെന്ന് ചുറ്റിലും നടക്കുന്ന പല കാര്യങ്ങൾ കാണുമ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ കടന്ന് പോകുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ച് നാളായി നിന്നെ ഞാൻ ശ്രദ്ധിക്കണേ. നിന്റെ വലിയ ചെത്ത് സ്റ്റൈലൊന്നും ഇവിടെ വേണ്ട. അഥവാ നിനക്ക് ചെത്തണം എന്നുണ്ടെങ്കിൽ ആ തെങ്ങ് പോയി ചെത്തിക്കോ. വേതാളം. ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീയും ചെയ്യില്ല. ഇത് വലിയ തിന്മയാണ്. ഉറുമ്പിനെ പോലും ഉപദ്രവിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള സ്നേഹ നിർഭരമായ മനസ്സ് നിങ്ങൾ വികസിപ്പിച്ചു കൊണ്ടുവരണം. അല്ല, മൊത്തത്തിൽ ഞെട്ടിയിരിക്കുകയാണല്ലോ. ഏത് നേരത്താണാവോ ആ എബ്രാഹിം ലിങ്കിനെ തെറി പറഞ്ഞോടിക്കാൻ തോന്നിയത്? ശപിച്ചുവിടല്ലേ ചേട്ടാ. കൊച്ചി കളത്തിലിറങ്ങിയാലുണ്ടല്ലോ സകലവനും മേടിക്കും. നല്ല പടക്കം പൊട്ടുന്ന അടി. എല്ലാവർക്കും നന്മ വരട്ടെ. ശുഭരാത്രി. താങ്ക് യു. സഹായിക്കാൻ വന്നതാ, എനിക്കിത് വേണം. അവർക്കെന്റെ ചാവ് കാണും. പുലകുളി അടിയന്തരത്തിന് ചോറും തിന്നണം. തന്തില്ലാ പടപ്പുകളുടെ അഹങ്കാരം. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ഈ നാട്ടിലെ പത്രങ്ങളും പാപ്പരാസികളും എന്നെ കുറിച്ച് എഴുതി അർമാദിക്കുന്നത് കണ്ട് ആസ്വദിക്കാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്ന യൂഷ്വൽ സൈക്കോപാത്ത് അല്ല ഞാൻ.